പുതിയ വെളിപ്പെടുത്തലുകളുമായി സരിത പീപ്പിളിനോട് ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരനുമായി സരിത നടത്തുന്ന തത്സമയ അഭിമുഖത്തിലേക്ക്. നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോൾ മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥി ശ്രീമതി സരിത എസ് നായർ. നമസ്കാരം സരിത. നമസ്കാരം. ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നതിൻ്റെ 2 ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. മൊഴി കൊടുക്കൽ തുടരും. ഇതുവരെയുള്ള മൊഴി കൊടുക്കൽ എങ്ങനെയുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ സത്യം തുറന്നു പറയുമ്പോഴുള്ള റിലീഫുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ റിലാക്സ്ഡ് പോയിന്റിലാണെങ്കിലും പ്രഷേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും മറ്റുള്ളവർ പറയുന്നത് പോലെ പാഴായി പോകാത്ത ഒരു സത്യമാകണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഇപ്രാവശ്യമുണ്ട്. പ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നേരത്തെ ഒന്നും പറയാതിരുന്ന കുറച്ച് കാര്യങ്ങൾ, 2.5 കൊല്ലമായി പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് പറയുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുകളിലുണ്ടാകുന്ന പ്രഷറാണോ, അതല്ല ചില വ്യക്തികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെ 2 തരത്തിലുള്ള, ഒന്ന് എൻ്റെ മാനസികമായ പ്രശ്നം, അത് നമ്മളുടെ ക്വയറ്റ് പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണെന്ന് പറയാൻ പറ്റും. മറ്റത് വരുന്നത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അതായത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നവരോ, എന്നെ ഇപ്പം നേരിട്ട് ഞാൻ വിളിച്ചാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ കൂടെയുള്ള എൻ്റെ സറൗണ്ടിങ്സിലുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രഷേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് എനിക്കും കിട്ടുന്നുണ്ട്. എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതിലൊന്നും സ്ലിപ്പാകാൻ താല്പര്യപ്പെടാതെ എൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സത്യം പറയണം എന്നുള്ള ഒറ്റ ഉറച്ച തീരുമാനത്തോടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, ഈ സമ്മർദ്ദം എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. കൂടെ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ അമ്മ, അതുപോലുള്ള അമ്മയുടെ പ്രഷേഴ്സ്, അവരുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ നേരിട്ട് എത്തിയോ? അതിപ്പോ വെളിപ്പെടുത്താൻ കഴിയുമോ? പ്രഷേഴ്സ് നേരിട്ട് എത്തിയോന്ന് ചോദിച്ചാൽ ചില കക്ഷികളുടെ ആൾക്കാരൊക്കെ നേരിട്ട് ചെന്ന് കാണുകയും റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന് പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രീയക്കാരെ വ്യക്തമായിട്ട് അറിയില്ല. 1-2 വ്യക്തികളെയൊക്കെ ഫോണിലും അല്ലാതെ ഇപ്പം മുഖ്യമന്ത്രിയെ പോലുള്ളവരെ TV-യിൽ കണ്ടുള്ള പരിചയമുണ്ടെങ്കിലും അമ്മയ്ക്ക് ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ നേരിട്ട് സംസാരിച്ച പരിചയമെങ്കിലും ഉണ്ട്. ബെന്നി ബെഹനാൻ, പിന്നെ ഈ പറയുന്ന തമ്പാനൂർ രവി സാർ, ഇവരുമായിട്ടൊക്കെ ഒരു നേരിട്ടുള്ള ഒരു ടെലിഫോൺ ബന്ധം എൻ്റെ അമ്മയ്ക്കുണ്ടെന്ന് പറയാം. മറ്റു തരത്തിൽ പുതിയ ആൾക്കാർ വന്ന് പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ ഇന്ന ആളാണ്, ഇത് പറയുന്നത് നിർത്തിക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ സ്നേഹത്തിൻ്റെ ടോക്കിലൂടെ ഇത് മകൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇമോഷണൽ പ്രഷർ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് പോവാതെ കമ്മീഷനിലുള്ള സമയം അത്രയും ആലുവയിലെ ഫ്ലാറ്റിൽ കഴിഞ്ഞുകൂടിയതെന്ന് പറയാം. ഒരു കോണ്ടാക്ട്സും ഇല്ല. ജസ്റ്റ് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും മാത്രമാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മറ്റേ കാര്യത്തിലേക്ക് വരാം. ഈ കേസ് ഇത്തരത്തിൽ ആരംഭിച്ചിട്ട് 2.5 കൊല്ലത്തോളമായി. അതെ. ഇതുവരെ എടുക്കാത്ത ഒരു നിലപാട് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സരിത നാടകീയമായി എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും, അങ്ങനെ കൈക്കൊണ്ടു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്, 1 ആഴ്ച മുമ്പ് വരെ ഞാൻ പിതൃതുല്യനായിരുന്നു, ഇപ്പോ ഒരു നിലയ്ക്കും കൊള്ളരുതാത്തവനായി. ആ മാറ്റം അത് വിശദീകരിക്കാൻ അതിന്റെ കഥാപാത്രം എന്ന നിലയ്ക്ക് സരിതയ്ക്ക് ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും എനിക്ക് അതിന് ധാർമ്മിക ഉത്തരവാദിത്വം തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ പിതൃതുല്യൻ എന്ന് ഒരു മാസം മുമ്പ് ഞാൻ വിശേഷിപ്പിച്ചൊരു വ്യക്തിയാണ്. ഏകദേശം 1 മാസം മുമ്പ്. അതിന് ഉണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ഡിപ്പോസ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള ആരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അതിലൊന്ന് സാമ്പത്തിക ആരോപണം, രണ്ടാമത്തേത് പിന്നെ നമ്മളുടെ ഈ സ്വഭാവഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണം. ആ അതിന് ഞാൻ നൽകിയ മറുപടി പീപ്പിളിന് ഞാൻ മറുപടി നൽകിയതാണ്. അന്ന് ഞാൻ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത്, സാമ്പത്തിക ആരോപണങ്ങളെ പറ്റി ബിജു രാധാകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞാനിപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇടം കമ്മീഷനാണ് എന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. അത് 1 മാസം മുമ്പത്തെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. രണ്ടാമത്തെ വശം ഞാൻ സ്ട്രോങ് ആയിട്ട് നിഷേധിച്ചു. കാര്യം അത് ആ ഒരു രണ്ടാമത്തെ പരാമർശമാണ്. സ്വഭാവഹത്യ സരിതയുമായി ചേർത്ത്
പറഞ്ഞ മുഖ്യമന്ത്രിയെ സ്വഭാവഹത്യ നടത്തുന്നതിനെയാണ് എതിർത്തത്. അതെ, തീർച്ചയായിട്ടും ആ പരാമർശം അതിന് പിതൃപുത്രി ബന്ധം തീർച്ചയായിട്ടും എന്ന നിലയ്ക്കുള്ള ഒരു പരാമർശം തന്നെയാണ്. അതെ, കാരണം ഞാൻ പറയാം, ഈ 2.5 വർഷത്തോളം അദ്ദേഹം, അതായത് ഈ പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടി അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് 2.5 വർഷത്തിലേറെ കാലമായിട്ട് അടുത്തറിയാവുന്ന വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം ആ ഒരു കാലഘട്ടത്തിനിടയ്ക്കും എനിക്ക് മോശമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതൃതുല്യനാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നതും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ ട്രസ്റ്റ് ഇപ്പോഴുമില്ല. ഞാൻ ഇന്നും പറയുന്നു, ആ കാര്യത്തിൽ ആ ആരോപണത്തിന് ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. സംസ്കാരത്തിന് നിരക്കാത്ത വാക്കുകൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ എനിക്ക് പിതൃതുല്യൻ, പ്രത്യേകിച്ചും ഏജിന്റെ കാര്യം കൂടെ വരുമ്പോൾ പിതൃതുല്യൻ എന്നുള്ള സ്ഥാനം ഞാൻ അതിൽ നിന്ന് പിൻവലിഞ്ഞ് പുറകോട്ട് പോകാൻ ഇപ്പോഴും തയ്യാറല്ല. അത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അതിന്റെ ആദ്യത്തെ ഭാഗം സാമ്പത്തിക ആരോപണം, അതുപോലുള്ള അഴിമതികൾ, സാമ്പത്തികവും അധികാര ദുർവിനിയോഗവും ഒക്കെ അഴിമതിയിൽ വരും. അത്തരത്തിലുള്ള ആരോപണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സോളാർ കമ്മീഷന്റെ മുമ്പാകെ ഞാൻ ഡിപ്പോസ് ചെയ്തത്. ആ ഡിപ്പോസിഷൻ ചിലപ്പം അദ്ദേഹത്തെ ഹർട്ട് ചെയ്യിച്ചിട്ടുണ്ടാകാം. അതിപ്പോൾ എൻ്റെ കുറ്റമല്ല. കാര്യം നമ്മൾ ചില വാസ്തവങ്ങൾ, അപ്രിയ സത്യങ്ങൾ എപ്പോഴും വേദന തരുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ 2.5 വർഷം ഞാൻ എൻ്റെ നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു, അത് ശരിയാണ്. നിലപാടുകൾ ഞാൻ വ്യത്യസ്തമായി വെച്ചുകൊണ്ടിരുന്നത് തന്നെ എനിക്ക് പോയിപ്പോയ ഒരു ജീവിതം, എനിക്ക് പോയിപ്പോയ പണം, അത് തിരികെ കിട്ടുന്നതിലൂടെ തിരികെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശയാണ്. അതിപ്പം എല്ലാവരും, സാധാരണപ്പെട്ട എല്ലാ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചിന്തിക്കുന്ന ഒരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ, നമ്മളുടെ കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം കോടതികൾ കയറി ഇറങ്ങാതെ എല്ലാവരും ആദ്യം ഭയക്കുന്നത് വ്യവഹാരങ്ങളെയും ഇതുപോലെയുള്ള നീതി ന്യായ വ്യവസ്ഥകളെയും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അതോറിറ്റീവായിട്ടുള്ള ഒരു ഭയം വരുന്നത് ജുഡീഷ്യറിയെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ, ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കടക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും. അപ്പം ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആഗ്രഹിച്ചു. പ്രത്യേകിച്ചും എനിക്ക് എതിരെ നിൽക്കുന്ന കേസുകളെല്ലാം തന്നെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സാമ്പത്തിക ക്രമക്കേടിൻ്റെ കേസുകൾ തീർക്കണമെങ്കിൽ സമ്പത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. അവരിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുത്താലേ ആ പ്രോബ്ലം, ആ ഡിസ്പ്യൂട്ട് അവിടെ നിലനിൽക്കാതെ വരികയുള്ളൂ. അപ്പം എൻ്റെ പണം എന്ന് പറയുന്നില്ല, നമ്മൾ കമ്പനിക്ക് വേണ്ടി, കമ്പനിയുടെ പേരിൽ കസ്റ്റമേഴ്സിൽ നിന്ന് പിരിച്ചെടുത്ത് നൽകിയ പണം എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം സരിത എസ് നായരുടെ സാമ്പത്തികം അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ടിപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ 0 എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരിടത്തു നിന്ന് എനിക്കൊന്നും കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. രണ്ടാമത് എൻ്റെ നേരിട്ടുള്ള അറിവിൽ ബിജു രാധാകൃഷ്ണൻ്റെ സ്വകാര്യ സ്വത്തുക്കളൊന്നും തന്നെയല്ല ഈ പറഞ്ഞ പണമിടപാടിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ചാണ്. ആ പണത്തിൻ്റെ ഒരു പങ്കാണ് നമ്മളവിടെ കൊടുത്തതും അത് ബ്ലോക്കായതും. അപ്പോൾ ഭാഗികമായി ആ പണത്തിനും കൂടെ ഉത്തരവാദിത്തം പറഞ്ഞാണ് ഞാൻ ഈ കേസുകൾ മൊത്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസുകൾ ഫേസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ പണം തിരികെ തരണ്ടേ. നമ്മളൊരു കഷ്ടസ്ഥിതിയിലാവും. നമ്മൾ അവരെ പല വളരെ നിർണായക ഘട്ടങ്ങളിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ നിലപാടുകൾ കോൺഗ്രസിൻ്റെ തന്നെ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത നിലപാടുകൾ, കോൺഗ്രസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചെടുത്ത നിലപാട്, അതായത് ഈ കേസ് വന്നു ആദ്യഘട്ടത്തിൽ, ഇപ്പോ ആരെയാണോ കുറ്റാരോപണത്തിന് നിർത്തുന്നത് അവരെയൊക്കെ ഒഴിവാക്കുന്ന ഒരു നിലപാട് സരിത കൈക്കൊണ്ടു, മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകളെ. തീർച്ചയായിട്ടും ആ നിലപാട് കൈക്കൊണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള ബന്ധപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 26, 2013 തൊട്ടാണ്. തീയതി നന്നായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. ജൂലൈ 20-നാണ് ഞാൻ സത്യം പറഞ്ഞാൽ സഹിയിട്ട് അന്വേഷണം എങ്ങും എത്തില്ല, യഥാർത്ഥത്തിലുള്ളവരെ ആരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇപ്പം നമ്മളൊരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം സമാഹരിച്ച ആൾക്കാർ പരാതി കൊടുക്കുമ്പോൾ ആ പണം എവിടെ വിനിയോഗിക്കപ്പെട്ടു എന്നും കൂടെ കണ്ടെത്തണം. ശരിയല്ലേ? അപ്പം 6 കോടി രൂപയാണ് ക്ലെയിം ചെയ്തിട്ടുള്ള കേസുകളെങ്കിൽ ആ 6 കോടി രൂപയുടെ അറ്റ്ലീസ്റ്റ് ഒരു 5 കോടി രൂപയെങ്കിലും എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബാധ്യത
നമുക്കുണ്ട്. പക്ഷേ അവിടെ എല്ലാം കണക്കിൽപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം ആർഭാടം എന്നൊരു വാക്ക് മാത്രം എഴുതി വെക്കും. അതാണ് ശരിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ശരിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ലെന്നല്ല, നമ്മളെ കൊണ്ട് അവർക്ക് നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പോലീസ് ഓഫീസറോട് നമുക്ക് ഇന്ന കാര്യം പറയരുതെന്ന് സ്ട്രോങ് ആയിട്ടൊരു പ്രഷർ തന്നാൽ നമ്മൾ അവിടെ എന്തായിരിക്കും പറയുക? കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ടോട്ടലി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ നമ്മൾ പ്രതികൾ നയിച്ചാനയിച്ച വഴിയിലൂടെയാണ് പോലീസ് പോകുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് എല്ലായിടത്തും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഏത് ക്രൈമിനകത്തും പ്രതികൾ നയിച്ചാനയിച്ച വഴികളിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും അതിനകത്ത് എസൻസ് പിടികിട്ടുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളുടെ പ്രതികളുടെ ഭാഗത്തു നിന്ന് സർട്ടൺ തിങ്സ് സ്ട്രോങ് ആയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അവർക്ക് എങ്ങനെ ഒരു കുറ്റമറ്റ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും? നമ്മളെ കൊണ്ട് അത് പറയിക്കരുതെന്ന് ഉള്ള പ്രഷർ കൊടുക്കുന്നത് നമ്മളുടെ കുടുംബത്തിലാണെങ്കിലോ? അത് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ മൊഴി കൊടുത്തതുപോലെ കിട്ടിയ പൈസ ഇങ്ങനെ ചിലർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് അപ്പോഴേ പറയാൻ കഴിഞ്ഞില്ല. ഇല്ല, കഴിഞ്ഞിരുന്നില്ല. കാര്യം ഡേ 1 തൊട്ട് ഡേ 1 എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഡേ ശരിക്കും ടോട്ടലി എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടി തുടങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു 24 hours വരെ എല്ലാം കാമായിരുന്നു. ഞാനൊരു സാധാരണ ഒരു കമ്പനിയുടെ ചീറ്റിംഗ് കേസിലെ ഒരു 2ാം പ്രതി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഡേ തൊട്ട് എനിക്ക് തോന്നുന്നു കൈരളിയുടെ ഒരു ഇമ്പാക്റ്റ് കൂടെ അതിനകത്തുണ്ട്. ടെലിഫോൺ രേഖകൾ പുറത്തുവിട്ടതിന്റെ അതുവരെ പോലീസിന് അറിയില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും അതിന്റെ പിന്നിൽ സർട്ടൺ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എക്സോർ ബൈ സജ്ജാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതിയിന്മേലാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ ആ പരാതിയുടെ ഒരു മെറിറ്റാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് തിങ്സ് വന്നിട്ടൊരു കാര്യങ്ങൾക്ക് വന്നിട്ടൊരു പൊളിറ്റിക്കൽ മാനം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ പീപ്പിൾ ടി വിയുടെ ആ ഇമ്പാക്റ്റാണ്. അപ്പോൾ അത് പുറത്തേക്ക് വരികയും ഇതിനെ ഒരു പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു കേസായിട്ട് സെൻസേഷണലാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും പ്രഷർ എനിക്ക് നേരിട്ട് എൻ്റെ അടുത്തുള്ള പ്രഷർ അത് വേറെ. എന്താണ് VIP-കളുടെ പേര് പറയരുത്, അവരുടെ ബന്ധം പറയരുതെന്നായിരുന്നോ പ്രഷർ? VIP-യുടെ പേര് പറയരുതെന്നല്ല, ഈ രാഷ്ട്രീയപരമായ യാതൊരു കാര്യങ്ങളും സംസാരിക്കേണ്ട എന്ന് വെച്ചാൽ അവർ രേഖപ്പെടുത്താൻ അവർക്ക് ഇൻസ്ട്രക്ഷൻ ഇല്ല. അവർ ഉദ്യോഗസ്ഥരാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥരെ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവര് ജോലി ചെയ്യുന്ന അവര് സമ്മർദ്ദത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വ്യക്തമായൊരു ഘട്ടം കിട്ടിയപ്പോ അത് കൊടുത്തു, കമ്മീഷന് മുമ്പാകെ മൊഴിയായി കൊടുത്തു. അതിനു മുമ്പ് കോൺഗ്രസിലെ ചിലരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇതൊക്കെ മറ്റേ തരത്തിൽ അവരെ ഒന്നും കുറ്റപ്പെടുത്താത്ത പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത പൊസിഷനിൽ നിന്ന് ഇപ്പോഴത്തെ പൊസിഷനിലേക്ക് വരുമ്പോ എന്ത് നടന്നില്ല? ഈ പണം മുഴുവൻ അവർ തരും എന്നായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കരാർ? ഞാൻ ഫാക്സ് പറയാം. അതായത് 2013 ജൂലൈ 26 അമ്മയും ഞാൻ നേരത്തെ വെളിപ്പെടുത്തി ഡിപ്പോസ് ചെയ്തതുപോലെ തന്നെ പ്രദീപ് കുമാർ, ഗണേഷ് കുമാർ MLA-യുടെ PA, അവർ രണ്ടുപേരും വന്ന് സംസാരിച്ചതിന് ശേഷം ഒരു 40-45 മിനിറ്റോളം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ നിലപാട് മാറ്റിയതും മൊഴി എഴുതി കൊടുക്കാതെ. അതിനാധാരമായി സരിതയ്ക്ക് കിട്ടിയ വാഗ്ദാനം ഒന്ന് വന്നിട്ട് എന്റെ പണം തിരിച്ചു തരാം എന്നുള്ളതായിരുന്നു. 2 ആ പണം ബ്രൈബ്സ് വാങ്ങിയത് തിരികെ തരാമെന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി, വൈദ്യുതി മന്ത്രി തുടങ്ങിയവർ തുടങ്ങിയവറിനെ ഞാൻ പറയുള്ളൂ. തുടങ്ങിയവർ വാങ്ങിയ പണം തിരിച്ചു തരാം എന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി. അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഗണേഷ് കുമാറിന്റെ PA ആണ്. അമ്മയോട് ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറിന്റെ ഫോണിലൂടെ മുഖ്യമന്ത്രി നേരിട്ട് അമ്മയോട് ഫോണിൽ സംസാരിച്ച് പണം മുഴുവൻ തരാം എന്ന് പറഞ്ഞു. വാങ്ങിയ പണം തിരികെ തരാം, മോള് കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് അമ്മ കൂടി, അല്ലെങ്കിലും അമ്മയുണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഗണേഷ് കുമാറിന്റെ തീർച്ചയായിട്ടും അമ്മ കൂടി വന്നത് അത് ഈ പറഞ്ഞ പോലെ പർദ്ദയൊക്കെ ഇട്ടിട്ട് തന്നെയായിരുന്നു. അല്ല, പർദ്ദയല്ല, വിഗ് വെച്ചിട്ടാണ് വന്നത്. വിഗ് വെച്ചിട്ടാണ് വേറൊരു രൂപത്തിൽ. പക്ഷെ ഐ ക്യാൻ ഐഡന്റിഫൈ. കാര്യം ഞാൻ കാണുന്ന ഡേ ടു ഡേ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് അത് വിശ്വസിച്ചത്.
ആദ്യം പിന്നെ പ്രതിവേടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പ്രതിവേടൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതൊക്കെ വെറും തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് വരില്ലല്ലോ. കാര്യം അതിന് തൊട്ട് മുമ്പത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അദ്ദേഹത്തോട് ഫേസ് ടു ഫേസ് പിന്നെ CM-ന്റെ ഓഫീസിലിരുന്ന് ഞാൻ സംസാരിച്ചാണ്. മകളെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഡിപ്പോസിഷനിലുണ്ട്. മകളെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഫേസ് ടു ഫേസ് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, എനിക്കെതിരെ കേസുകൾ വരുന്നു, കോഴിക്കോട് നിന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പം ഇത് ഇനി എന്ത് ചെയ്യും സാറേ, ഇത് പണം കൊടുത്താലല്ലേ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം കൂടെ നിൽക്കുന്നവരിൽ ഒരു വ്യക്തി ഇത് അറിയരുതെന്നുള്ള ഒരു കർശനമായ ജോപ്പൻ അറിയരുതെന്നുള്ള കർശനമായ നിർദ്ദേശമുള്ളത് കൊണ്ട് പണത്തെപ്പറ്റി പിന്നെ അവിടെ ചർച്ച നടന്നില്ല. പകരം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകില്ല, കേസ് ഉണ്ടാവില്ല, ഞാൻ അത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞാനും മകളും മാത്രം പിന്നെ ജിക്കുമോനും ജോപ്പനും സൈഡിൽ നിന്ന് ഈ പേപ്പറുകൾ നിവേദനങ്ങളാണെന്ന് തോന്നുന്നു ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അത് പറഞ്ഞത്, ഈ സംസാരം നടന്നത്. അന്ന് ഉറപ്പ് നൽകി, അപ്പോൾ പിന്നെ അറസ്റ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ പ്രദീപേട്ടനോട് ആദ്യം ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഇത്രത്തിലും കൊണ്ടെത്തിച്ചില്ലേ, എന്നിട്ട് ഈ പണം തിരികെ തരും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? ഈ പണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വോള്യം എത്രമാത്രമുണ്ട്, വെളിപ്പെടുത്താമോ സരിതയ്ക്ക്? എന്റെ ഇപ്പോഴത്തെ ഞാൻ ഡിപ്പോസിഷന്റെ ബേസ് ചെയ്ത് മാത്രമേ ഇപ്പൊ സംസാരിക്കൂ. പ്രോസസ്സിലിരിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ കൊടുത്ത 1,10,00,000 രൂപ, പിന്നെ കൊടുത്ത 80 ലക്ഷം രൂപ ഉൾപ്പെടെ 1,90,00,000 രൂപ CM-ന്. രണ്ടാമത് 2 ഘട്ടങ്ങളിലായിട്ട് ആര്യാടൻ മുഹമ്മദ് സാറിന് 40 ലക്ഷം രൂപ. ഇത്രയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഡിപ്പോസിഷനിൽ പോയിരിക്കുന്ന വസ്തുതാപരമായ 6 കോടിയുടെ കേസൊക്കെ ഉണ്ടായിരുന്നു. 6 കോടിയുടെ കേസ് തന്നെയാണ്. 6 കോടിയോളം രൂപയുടെ കേസാണ് നമുക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 6 കോടിയും വിന്യസിച്ചത് ഈ തലങ്ങളിലല്ലേ? അല്ല, മൊത്തം ഞാൻ അങ്ങനെ പറയില്ല. മൊത്തം എമൗണ്ടും അവിടെ പോയിട്ടൊന്നുമില്ല. അതിൽ കുറച്ച് മിസ്മാനേജ്മെന്റിലും മറ്റും പോയിട്ടുണ്ട്. കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ മിസ്മാനേജ്മെന്റിൽ പോയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ ഇവര് തരേണ്ടത് എത്രയായിരുന്നു, അല്ലെങ്കിൽ ഇവര് തരാമെന്ന് പറഞ്ഞത് എത്രയായിരുന്നു? അതിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എഫക്ട് ചെയ്യും. ആസ് ഇറ്റ് ഈസ് എവരുടെ ഉൾപ്പെടെയുള്ള ഇപ്പൊ കഴിയുന്നില്ല. എങ്കിലും കോടികൾ തരാമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പുറകോട്ട് പോയതല്ല. പുറകോട്ട് പോയി എന്നുള്ളതിന് ഒരു ചെറിയ കാര്യം പറയാം. അതൊരു വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ടാകണം. പ്രദീപ് ഏട്ടനെ നെക്സ്റ്റ് ഡേ തന്നെ പിന്നെ വസുദേവ ശർമ്മ, അതായത് CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കയ്യിൽ കൊടുത്തു. ഫസ്റ്റ് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കാനും. ശർമ്മയല്ല, CM ആണ് കൊടുത്തത്. തമ്പാനൂർ രവിയാണ് കൊടുത്തത് CM-ന്റെ നിർദ്ദേശപ്രകാരം. അപ്പം തമ്പാനൂർ രവി വസുദേവ ശർമ്മയുടെ ഫ്രണ്ടിൽ പിന്നെ വീട്ടിൽ വെച്ച് പിന്നെ പ്രദീപ് ഏട്ടന് കൊടുക്കുകയും പ്രദീപ് കുമാർ അത് കൊണ്ടുവന്ന് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് എൻ്റെ അടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ജയിലിൽ വന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ്. അമ്മയുടെ ആശ്വാസം എന്തായിരുന്നെന്നറിയോ? അങ്ങനെ അവര് ബെയിലിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പം ഫെനിയെ ഏൽപ്പിച്ചത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നാണ് പറഞ്ഞത്. അപ്പം അതിൽപ്പെട്ട പണത്തിന്റെ ഒരു ഗഡുവാണ് ഈ 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഫെനി ബാലകൃഷ്ണൻ എന്തും ചെയ്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ പറയുന്ന പണം കിട്ടിയപ്പോൾ അമ്മയ്ക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. കഥ നീണ്ടുപോയി. നമ്മള് എവിടെ വെച്ചാണ് ഇവർ തന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയത്? ഈ 2 വർഷവും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ന് തരാം, നാളെ തരാം. ഇവര് നമ്മുടെ പേർക്ക് ഈ പൈസ ഒന്നും തന്നെ ഇതിന് അവര് പറയുന്ന കാരണം ഞാൻ പറയാം. ഇവര് പറയുന്ന കാരണം ഇത് ഒരുമിച്ചാണ് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടത്, അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഷെഡ്യൂളായിട്ട് എന്തെങ്കിലും ഒന്ന് തന്നാൽ മതി, എന്റെ കേസുകൾ തീർക്കുന്ന മുറയ്ക്ക് തന്നാൽ മതി. കാര്യം എനിക്ക് കേസ് മാത്രമേ തീർക്കേണ്ട ആവശ്യമുള്ളൂ. 30-ലേറെ കേസുകൾ വന്നു, അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയൊക്കെ കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നു. വളരെ തെറ്റാണ്. അതിലേക്ക് കോടികൾ ഒഴുകി. ആ കോടികൾ ഒഴുക്കിയതിന്റെ പേരിലാണ് ഒരു പക്ഷേ ഈ ബാർ വിവാദമൊക്കെ ഉണ്ടായത്. ആ പൈസ മുഴുവൻ സരിതയ്ക്കാണ് തന്നത്. ഒരിക്കലും കോൺഗ്രസിന്റെ നേതാക്കളോ മുഖ്യമന്ത്രിയോ ഒക്കെ സരിതയ്ക്കാണ്
വേണ്ടിയാണ് ഈ പണം പിരിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത് എന്നൊക്കെയാണല്ലോ അത് തെറ്റായ ധാരണയാണ്. ഈ ധാരണകളൊക്കെ ഞാനും പേപ്പറുകളിലും ഓൺലൈനുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. ഇല്ല തീർച്ചയായിട്ടും. കാര്യം ഈ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും സോളാർ കേസിന്റെ എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഈ അപ്ഡേഷൻസ് ഇതും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഓൺലൈനുകളിലും പിന്നെ FBകളിലും ഒക്കെ പോസ്റ്റേഴ്സ് ആയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ബാർ മുതലാളിമാരിൽ നിന്ന് അവർ പിരിച്ച പണം എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് പറഞ്ഞ് ഇനി അവരിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അതിന് അന്വേഷിക്കാനുള്ള സോഴ്സ് ഇല്ല. രണ്ടാമത്, ഈ പണം ഒന്നും തന്നെ പിരിച്ചവരാരാണെന്ന് അവർ വെളിപ്പെടുത്തിയാലേ എനിക്ക് അതിൻ്റെ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ പണം ഒന്നും തന്നെ എൻ്റെ കയ്യിലോ ഈ പറയുന്ന സോളാർ കേസ് എടുക്കാനോ വേണ്ടി വന്നിട്ടില്ല. ഈ കേസുകളൊക്കെ ഒതുക്കിയത് പണം കൊടുത്താണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എൻ്റെ കേസുകളിൽ വളരെ മൈന്യൂട്ട് കേസുകൾ മാത്രമാണ് തീർന്നിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് 25ഓളം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് എത്ര കോടി രൂപയുടെ? അത് ഇപ്പൊ തീർത്ത എമൗണ്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് തീർത്ത എമൗണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 16 ലക്ഷം രൂപയുടെ കേസുകൾ മാത്രമേ ഇപ്പൊ തീർന്നിട്ടുള്ളൂ. അത് ഇവര് തന്ന 5 ലക്ഷം രൂപ അതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് 5 ലക്ഷം രൂപ ഇതിലേക്ക് ഉപയോഗിച്ചില്ല. അത് 16 ലക്ഷം രൂപ സരിത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വയം സമാഹരിച്ചതല്ല. എന്റെ സുഹൃത്തുക്കൾ, അതിനൊക്കെ എന്റെ സോഴ്സ് ഉണ്ട്. ഒന്ന് എന്റെ പിന്നെ വിദേശത്തുള്ള കസിൻ സിസ്റ്റേഴ്സ്, എന്റെ സിസ്റ്ററിന്റെ ഭാഗത്തൊന്നും എനിക്കൊന്നും വന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഈ കേസ് വന്നപ്പം വരുന്നതിന് മുമ്പേ തന്നെ കുറച്ച് ഡിസ്പ്യൂട്ടിലാണ്. ഇപ്പോഴും അവരുമായിട്ട് നല്ല അടുപ്പം എനിക്കില്ല. എന്നാലും ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും അങ്ങനെ സഹായിക്കുന്ന ഇല്ല, ചെലവിടില്ല എന്നല്ല, ഒന്നിനും ഞാൻ കൈനീട്ടാറും ഇല്ല, ഒന്നിനും പോകാറുമില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. അപ്പം അല്ലാതെയുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോഴും തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ നേരത്തെ തൊട്ട് നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുറേശ്ശെ തന്നത് വെച്ച് എനിക്കിപ്പോൾ ഒരു മേജറായിട്ടൊരു കേസ് പെട്ടെന്ന് തീർക്കണം. 30,000 രൂപയുടെ ആണെങ്കിൽ ചിലപ്പോൾ 5,000 രൂപ വെച്ച് 6 പേരായിരിക്കും എനിക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് പെട്ടെന്ന് തീർത്ത സംഭവം 16 ലക്ഷം രൂപ ഈ 2.5 വർഷം കൊണ്ട്. ബാക്കിയുള്ള കേസൊക്കെ പെൻഡിംഗ് ആണ്. അതുപോലെ അതിന് പണം കിട്ടേണ്ടതുണ്ട്. പിന്നെ അത് കിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ നിലപാട് മാറിയത്. അല്ല, അത് കിട്ടില്ലെന്നല്ല, നമ്മൾ കൊടുത്ത പണം തിരിച്ചു തരാനേ പറഞ്ഞുള്ളൂ. നമുക്കിപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പാക്കേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഞാൻ സംസാരിച്ചിട്ടില്ല. പേപ്പറിൽ കാണുന്നതല്ല. സരിത അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവർക്ക് പണം കിട്ടുക, അങ്ങനെയല്ല. എൻ്റെ പണം തിരികെ കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ആ കമ്പനി ഏകദേശം ഒരു പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നോക്കുക? അവരെ ഹട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ അത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് കാര്യം. നമ്മളുടെ ഹാർഡ് ഏൺ മണി ആണെങ്കിൽ നമ്മൾ ആ എമൗണ്ട് തിരിച്ചു കിട്ടാൻ മാത്രമേ നോക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ഹാർഡ് ഏൺ മണിയേക്കാൾ കൂടുതൽ ഞാൻ ആൻസറബിൾ ആയിട്ടുള്ള ഫണ്ടാണ് അവിടെയുള്ളത്. എൻ്റെ ഹാർഡ് ഏൺ എമൗണ്ട് അല്ല, പകരം ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് ശിക്ഷ വിധിക്കപ്പെട്ട പണമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നത്. അപ്പം അത് കിട്ടിയാൽ എൻ്റെ ഈ പ്രശ്നം തീരുമെന്ന് നോർമലി ഞാൻ ഒരു സാധാരണ സ്ത്രീയെ പോലെ ചിന്തിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അപ്പോൾ അവർ പക്ഷേ എന്താ ചെയ്തിരുന്നത്? ശരിക്കും പറഞ്ഞാൽ അവരാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത്. നിങ്ങളുടെ പണം തിരികെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ, നിങ്ങൾ അങ്ങനെ പറയൂ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പ്രസ് മീറ്റിംഗും കഴിയുമ്പോൾ ഫോൺ ചെയ്ത് പറയും. നന്നായിട്ടുണ്ട്. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനുമാണ് CM-ന് വേണ്ടി എൻ്റെ അടുത്ത് നേരിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പേഴ്സ് അറിയാം. ഞാൻ അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കാം. എന്നും ഡെയിലി ഒരു ചെറിയ ഈച്ച് ആൻഡ് എവറി ഒരു പ്രോബ്ലം വന്നാലും ഇല്ലെങ്കിലും പണത്തിൻ്റെ കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇതിരിക്കട്ടെ, പറയാനുള്ള കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് മാറി, എന്തുകൊണ്ട് ഈ പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞു. അതെന്തായാലും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനോടൊപ്പം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഹസനെ പോലുള്ള ആളുകളും ഒക്കെ പറയുന്നത് ബാർ മുതലാളിമാർ, സർക്കാരിനോട് ശത്രുതയുള്ളവർ സരിതയുടെ പുറകിലെത്തിയിരിക്കുന്നു. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ CPIM-ന്റെ വാഗ്ദാനമുണ്ട്, വളരെ വലിയ ഒരു തുക, 10 കോടി രൂപ വാഗ്ദാനമുണ്ട്. ഹസൻ പറഞ്ഞിരിക്കുന്നു, അത് EP ജയരാജൻ എന്ന് പറയുന്ന അവരുടെ പ്രമുഖ നേതാവ് നേരിട്ടാണ് ആ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. നിഷേധിക്കുക തന്നെയാണ് കാര്യം. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ജനരക്ഷാ യാത്ര എന്ന് പറഞ്ഞ് ഞാൻ കമന്റ് ചെയ്യല്ല, ഒരു പ്രത്യേക പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ നിലപാടാണ് പറയുന്നത്. ഞാൻ അതിൽ കേട്ട എന്നെ സംബന്ധിക്കുന്ന കമന്റ്സ് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അതർവൈസ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ അതിനകത്ത് VM സുധീരൻ സാറ് പറയുന്ന ഫസ്റ്റ് ഫേസ് പിന്നെ ബാർ മുതലാളിമാരുടെയാണ്,
ഏറ്റവും ലാസ്റ്റ് സാറ് സംസാരിക്കുന്നത്. എല്ലായിടത്തും കോമൺ ആയിട്ടാണ് സാർ ഒരുമാതിരി സംസാരിക്കുന്നത്. കാര്യം മറ്റു മാറ്റേഴ്സ് ഒന്നും സംസാരിക്കുന്നില്ല. ഒള്ളി ഈ 2 മാറ്റേഴ്സാണ് സംസാരിക്കുന്നത്. ഒന്നും മദ്യനയവും, രണ്ടാമത് പുള്ളി പറയുന്നത് ഈ പറയുന്ന ലാസ്റ്റ് ഫേസ്, അതായത് ഒരു ഇന്ത്യ ടുഡേയുടെ ഒരു പേപ്പറിൻ്റെ, ഇന്ത്യ ടുഡേ മാഗസിനിൽ ഞാൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ കട്ടിങ്, ആ കട്ടിങ് എടുത്തിട്ട് സാറ് സംസാരിക്കുന്നത് CPM എനിക്ക് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു എന്നാണ്. 10 കോടി രൂപ ഓഫർ ചെയ്തു എന്ന്. അപ്പം ആ 10 കോടി ഓഫർ ചെയ്ത വിഷയം ഞാൻ പറയുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഏകദേശം 2-3 മാസങ്ങളിൽ ലോകസഭ, അതെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അത് ഡിനേ ചെയ്തിരുന്നില്ല. കാര്യം പിന്നെ CPM-ലുള്ള ഒരു വ്യക്തി തന്നെയാണ്, എനിക്ക് അടുത്ത് പരിചയമുള്ള എൻ്റെ ഒരു കുടുംബ സുഹൃത്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ, കുടുംബ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് എന്നോട് വന്ന് സംസാരിച്ചു. പക്ഷെ മേലിലുള്ളവർ അറിയാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് സംസാരിച്ചു. ഞാനത് തമ്പാനൂർ രവി സാറിനോട് ഡിസ്ക്ലോസ് ചെയ്തപ്പോഴാണ് സാറാണ് പറഞ്ഞത് യു ഷുഡ് റെസ്പോൺസ് വിത്ത് മീഡിയ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അടുത്ത് റെസ്പോൺസ് ചെയ്യാൻ കിട്ടിയ മീഡിയ എന്ന് പറയുന്നത് ഇന്ത്യ ടുഡേ ആണ്. ഞാൻ അതിലൂടെ ആ വിഷയം അവതരിപ്പിച്ചു. ഇന്ത്യ ടുഡേയിൽ ആ കാര്യം പറഞ്ഞത് തമ്പാനൂർ രവിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ്. അതെ, ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ഒരാൾ വന്ന് ഇപ്പം എന്നെ ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്താൽ എൻ്റെ ഗോഡ് ഫാദേഴ്സ് എന്ന് ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗോഡ് ഫാദേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന 2 പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ 2 പേരുമാണ്. അതായത് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും. നേരം വെളുക്കുമ്പോൾ 7:30 മണിക്ക് മുമ്പേ ഞാൻ ഒന്ന് വിളിക്കും, സാറേ എന്തെങ്കിലും ശരിയാകുമോ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. കാര്യം എന്നെ സംബന്ധിച്ച് എൻ്റെ ഓരോ കോടതിയിൽ പോകുന്ന ഓരോ ദിവസവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ ടെൻഷൻ കിട്ടുന്ന വേറൊരു ജോബില്ല. ശരിക്കും ജോലിക്ക് പോകുന്നതിനേക്കാളും സ്ട്രെയിനാണ്. രാവിലെ എഴുന്നേൽക്കുക, ഇത്രയും ദൂരത്തിലേക്ക്, ഒരു ദിവസം ഈസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ദിവസം വെസ്റ്റ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനത് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുമല്ല. അപ്പോൾ എല്ലാ കോടതികളിലും എൻ്റെ പ്രസൻസ് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരെ പോലെ ഉള്ളൊരു ലീനൻസി എൻ്റെ കേസിന് ഇല്ല. കാര്യം ഇതൊരു സെൻസേഷണൽ കേസാണ്. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യുന്നതാണ് എന്ത് സംഭവിച്ചു, ഓരോരോ കേസിനകത്തും എന്ത് സംഭവിച്ചു എന്ന് മീഡിയാസ് ഉൾപ്പെടെയുള്ള പബ്ലിക് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അവരും അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്നതുകൊണ്ട് ദേ ഡിമാൻഡ് ഫോർ മൈ പ്രസൻസ്. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല ഞാൻ പോകുന്നത് ചിലപ്പം ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോടേക്കാണ്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിച്ചു എന്തെങ്കിലും ആകുമോ ഈ കേസ് തീരുമോ. അവരുടെ കഴിഞ്ഞ ദിവസം കോടതിയിൽ സർക്കാർ വക്കീൽ പോലും പറയുകയുണ്ടായി, കോടതിയിലിരിക്കാനാണ്, കമ്മീഷന് മുമ്പിലിരിക്കാനാണ് സരിതയ്ക്ക് സമയമില്ലാത്തത്, മാധ്യമങ്ങൾക്ക് മുമ്പിലിരിക്കാൻ സമയമുണ്ട്, സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയാണ് ഞാൻ കേട്ടിരുന്നു. അതിന് മറുപടി ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്യൂസ് ചെയ്ത് പിന്നെ ഒരു ഡിപ്പോസിഷൻ ആരും എടുക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാക്ഷിയാണ് അതിനകത്ത്. ഒരു 8B നോട്ടീസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെറിയ വിഷയങ്ങളല്ല എന്ന് എനിക്കറിയാം. കാര്യം ഞാൻ ഇത്രയും കാലം ഒതുക്കി വെച്ച ഒരു എന്താ പറയുക, ഒരു പാർട്ടിയെന്ന് ഞാൻ പറയില്ല, 1-2 സ്വാധീനമുള്ള, എന്നേക്കാൾ 10 മടങ്ങ് സ്വാധീനമുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ വേണമെങ്കിലും ഒരു ഫോൺ കോളിലൂടെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ പറ്റി, ആൾക്കാർ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഡിപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൂടുതൽ ഇനി പറയും, കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്നൊക്കെയുള്ള മട്ടിൽ തന്നെയല്ലേ സരിതയുടെ അടുത്തുള്ള ആളുകൾ കൊടുക്കുന്ന സന്ദേശം? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അത് സന്ദേശമോ മറ്റു രീതിയോ ആയിട്ട് ഇപ്പൊ തന്നെ പറയുന്നു, ഒരു ഓഡിയോ ടേപ്പ് ഇനി പുറത്തു വരാനിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന്റെ ഓഡിയോ രേഖ എന്നാണോ? അങ്ങനെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഞാനൊരു കാര്യം പറയാം. അതായത് ഈ വിഷയങ്ങൾ എനിക്ക് ലീഗൽ സൈഡിൽ നിന്നും മാത്രമേ ഞാൻ എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടെങ്കിൽ പോകും. ബിക്കോസ് ഐ ആം ഫേസിങ് എ ലോട്ട് ഓഫ് കേസസ്. അപ്പം എൻ്റെ 33 കേസുകളിൽ 25 കേസുകളും ക്രിമിനൽ ആയിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കേസുകൾ ഞാൻ തീർത്തു. 33 കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഈ 25 കേസുകൾക്കും ചിലതിൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. സോ എവിഡൻസസ് എന്ന് പറയുന്നത് ടാമ്പേർഡ് ആകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മളും നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. എന്നാലും ഇവർ ഡിനേ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ അല്ല വാസ്തവം എന്ന് തെളിയിക്കാൻ പറ്റുന്ന പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടാകും. അതിൽ രേഖയുണ്ടാവും, ശബ്ദരേഖയുണ്ടാവും, ഡിജിറ്റൽ വിഷ്വൽ മെറ്റീരിയൽസ്
അതായത് ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയോട് 2 ആഴ്ച മുമ്പ് നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം, അത് അങ്ങനെ ഒരു സാധനത്തിന്റെ രേഖയുണ്ടോ? അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയോട് 2 ആഴ്ച മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് നമ്മൾ നോക്കില്ലേ, 100 വഴിക്ക് നോക്കി. ഇദ്ദേഹം ഓതറൈസ് ചെയ്ത ഗോഡ് ഫാദേഴ്സിൻ്റെ അടുത്ത് എല്ലാം നോക്കുമ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയാവും കേട്ടോ, ഉച്ച 2 മണിയോട് കൂടി വിളിക്കും. 2 മണിയാകുമ്പോൾ അപ്പം നമ്മൾ ഈ 2 മണി കഴിഞ്ഞിട്ട് കോടതിയുടെ നെക്സ്റ്റ് ഡേ കോടതിയിൽ നമ്മൾ സെറ്റിൽമെൻറ്റ് സംസാരിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അവരോട് നമ്മൾ കോടതിയിൽ വെച്ച് കാണാം, ഇത് സെറ്റിൽമെൻറ്റ് ആകുവാണ്, അപ്പോൾ ഒരു കേസ് തീരുവാണെന്നുള്ള ഇതിൽ നിൽക്കുമ്പം അവരോട് പറയുമെന്ന്, അവരോട് നേരിട്ട് പറയുന്നതല്ല, നമ്മൾ ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖാന്തരമായിരിക്കും പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉച്ച എന്നുള്ളത് മാറി നോർമൽ രാഷ്ട്രീയക്കാരുടെ രീതി. അത് 7 മണിയാവും കേട്ടോ, രാത്രി 7 മണി. നമ്മൾ 7 മണിക്ക് കാത്തിരിക്കുകയാണ്. 7 മണി കഴിയുമ്പം 7 മണി ഇങ്ങോട്ട് കോൾസ് ഇല്ല, അങ്ങോട്ട് കുറേ നേരം വിളിച്ച് കഴിയുമ്പോൾ 9 മണിക്ക് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യപ്പെടും. ഈ അറ്റൻഡ് ചെയ്യപ്പെടുന്ന കോളിന് ശേഷം ഇന്ന് വളരെ വൈകി കേട്ടോ, നാളെ രാവിലെ 7 മണിയാവട്ടെ, 11 മണിക്ക് മുമ്പേ നമുക്ക് ശരിയാക്കാം. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് ഞാൻ ഒരു അപ്പം ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അതാണ് ഫാക്ട്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഞാൻ സംസാരിച്ചു ശർമ്മ സാറിന്റെ ഫോണിൽ അദ്ദേഹം വന്നത്. അപ്പോൾ സംസാരിച്ചു. ഇതിന്റെ തീയതിയൊക്കെ എല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ഈ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ആവശ്യം വന്നുപോയി. കാര്യം ഞാനെന്ന് പറഞ്ഞ് ശരിക്കും ഞാനൊരു പൊട്ടിയാകപ്പെടുവാണെന്ന് എനിക്ക് ഒരു 2 മാസം മുമ്പേ തൊട്ട് ഒരു ഫീലിങ്സ് വന്നു തുടങ്ങി. ഒരു 2 മാസം മുമ്പേ തൊട്ട്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ബഫൂൺ, എന്നെ ലോകത്തെല്ലാവരും കാണുന്നത് ഇവർ ഭയങ്കര സൂത്രധാരിയായ, ഭയങ്കര കൗശലക്കാരിയായ ഒരു തട്ടിപ്പുകാരി, ഒരു മഹാകള്ളി, ഒരു തട്ടിപ്പുകാരി, ഇവർ വായെടുത്താൽ കള്ളം മാത്രമേ പറയുള്ളൂ. പക്ഷെ അപ്പോഴും അവർ പറയുന്നതാണ് വാസ്തവത്തിലേക്ക് എന്ന് ഞാൻ എന്നെ തന്നെ കൊണ്ട് നിർത്തി കൊടുത്തു കഴിഞ്ഞു. കാര്യം ആര് പറഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഗോഡ് ഫാദേഴ്സ് എന്നെ അങ്ങോട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ട് നിർത്തിയത്. എന്നിട്ട് ഉറച്ചു. ഞാൻ അങ്ങനെ ചെന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ നിൽക്കുന്നത് ഒരു നടുക്കടലിലാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയവരാരും തന്നെ എൻ്റെ കൂടെ ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. തിരിച്ച് ഞാനൊന്ന് രക്ഷയ്ക്ക് വിളിച്ചാൽ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഒരു 3rd റേറ്റ് ലേഡിയേക്കാൾ തരം താണ ഒരു ലെവലിലും. യഥാർത്ഥം അതല്ല എന്ന് എനിക്ക് 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിർത്തിയതിന് ശേഷം അവർ രക്ഷപ്പെട്ടു. കാര്യം അവരുടെ ദൗത്യം കഴിഞ്ഞു. അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. അത് അങ്ങനെ ഒരു ഫേസ് അവർ 2 വർഷം കൊണ്ട് ക്രമേണ കൊണ്ടുവന്ന് നിർത്തിയ ഒരു പോയിന്റാണ്. ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കാണ് ബുദ്ധി കൂടുതൽ. കാര്യം അവരുടെ ബുദ്ധി അതൊരു വേറെ ടൈപ്പ് ബുദ്ധിയാണ്. നമ്മൾക്ക് സാധാരണ ലോജിക്ക് ഉള്ളവർ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത തരം ബുദ്ധിയാണത്. അതായത് വെള്ള പൂശി ചിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ വെള്ള പൂശിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പല്ല് കടിക്കുക, അങ്ങനെയൊക്കെ പറയാവുന്ന കൺസെപ്റ്റുകളാണ് അവർ പുറത്തോട്ട് എടുക്കുന്നത്. അപ്പം നമ്മളെ കാണുമ്പോൾ നല്ലതാണെന്ന് പറയും. നമ്മളെപ്പറ്റി നമ്മളോട് അടുത്തവരോട് വളരെ മോശമായ, നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്നവരാണെന്ന് അറിയാതെ മോശമാണെന്ന് നമ്മളെപ്പറ്റി മോശമായിട്ട് സംസാരിക്കും. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒത്തിരി തവണ, നിരവധി തവണ. പക്ഷെ അവിടെയൊക്കെ ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കേസ് തീർക്കാം എന്നുള്ള ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യരുടെ ഒരു ലോജിക്ക് മാത്രമേ. അത് മനസ്സിലായി. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു ശർമ്മയുടെ ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ മുഴുവൻ ഉള്ളടക്കമല്ല, അതിന്റെ കണ്ടന്റ്, അതിന്റെ മർമ്മം എന്താണ്? അതിന്റെ മർമ്മം എന്ന് പറയുന്നത് പിന്നെ പണം കിട്ടിയില്ല, എത്ര പണം എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല, എമൗണ്ട് ഞാൻ പറഞ്ഞില്ല. പൈസ കിട്ടിയില്ല എന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ രവി കോണ്ടാക്ട് ചെയ്തില്ലേയും ചോദിച്ചു. അപ്പൊ രവി സാർ ഇങ്ങനെയാണ് പറയുന്നത്, ബെന്നി സാർ ഇങ്ങനെ രവി സാർ ഇങ്ങനെ, തമ്മാനൂർ രവി സാർ ഇങ്ങനെയാണ് പറയുന്നത്. തമ്മാനൂർ രവി എന്ന് ഞാൻ പറഞ്ഞില്ല, രവി സാർ എന്ന് പറയുമ്പോഴേ അവിടെ അറിയാം. ബെന്നി സാർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞു. എറണാകുളത്ത് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരിപ്പോൾ തന്ന് നാളെ സെറ്റിൽ ചെയ്യാനൊരു എമർജൻസി വിഷയം കേസ് വന്നിട്ട് പിന്നെ ഇന്ന് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് പാതിരാത്രി പോയ സംഭവങ്ങളുണ്ട്. ബെന്നി ബഹനാൻ ഫോൺ എടുക്കാതിരുന്നു. ഞങ്ങൾ രാവിലെ തൊട്ട് ആ അവസ്ഥയൊന്നും ആലോചിക്കണം. എനിക്ക് പുറത്തിറങ്ങി നോർമലി നിൽക്കാൻ പറ്റില്ല.
എനിക്ക് വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല, അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് രാവിലെ 9 മണി തൊട്ട് വെയിറ്റ് ചെയ്യുവാണ്, രാത്രി 7:30 8 മണി വരെ. 8 മണിയായപ്പം വിളിക്കുമ്പം ഏതെങ്കിലും ഒരു ചടങ്ങിൻ്റെ സൗണ്ട് കേൾപ്പിക്കും, ഫോൺ ഓൺ ചെയ്തിട്ട് നമുക്ക് പ്രസംഗിക്കുന്ന ഒരു ഡയസിൽ സംസാരിക്കുന്ന ഒരു സൗണ്ട് കേൾപ്പിക്കും. ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംസ്കാരമുള്ളവരാണ്, നമ്മൾ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വെക്കും, നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6:45 7 ആയപ്പം കണ്ടിന്യൂസ് ഞാനൊരു 4-5 പ്രാവശ്യം ആ ഫോണിലേക്ക്, കാര്യം നമ്മൾ ഇനി അങ്ങ് തിരുവനന്തപുരം എത്തണം. അപ്പോൾ പറയാണ് അത് ശരിയായിട്ടില്ല, അങ്ങ് തിരുവനന്തപുരത്ത് ശരിയാക്കും, രവി ശരിയാക്കും. തിരിച്ച് ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതാനും കോടികൾ അല്ലേ, അത്രയും തരാൻ അല്ല, ഒരുമിച്ച് അതിന് ഇതുപോലൊരു പ്രശ്നത്തിൽ വാഗ്ദാനം ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറി എന്നൊക്കെ അങ്ങനെ കേരളം അതിന് കാരണം ഞാൻ പറയാം. അതിന് എൻ്റെ ഒരു ഇത് പറയാം. അതായത് അവര് ആദ്യകാലത്ത് 2013 സോളാർ സ്കാം വന്നപ്പം LDF ഭയങ്കര പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വന്നു. എൻ്റെ മൊഴി വരുന്ന ദിവസം വരെ ആ പ്രക്ഷോഭം നീണ്ടു നിന്നു. ശരിയായ കാര്യമാണ്, രാപകൽ സമരം മറ്റും ഒക്കെ ആയിട്ട് സ്ട്രോങ് ആയിട്ട് വന്നു. ആ സമയത്ത് അവർക്ക് എന്നെ സ്വാധീനിക്കാനും എൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, അവരുടെ നിലപാടിലേക്ക്, എന്നെ മൗനം എന്ന നിലപാടിലേക്ക് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2.5 വർഷം മുമ്പ് ഒരു ഗവൺമെൻറ് വീഴുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കുമായിരുന്നെങ്കിൽ, ഈ പറയുന്ന ഇത്രയും കാലത്തിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് എടുക്കാൻ പറ്റില്ല. സരിതയുടെ സൗജന്യമാണോ ഈ 2.5 വർഷം? അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ അന്നൊരു പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ 2.5 വർഷം ഈ ഒരു 2.5 വർഷം മുമ്പ് ഇതിലൊരു അന്വേഷണമെങ്കിലും വന്നേനെ. എങ്ങനെ മുമ്പൊരിക്കൽ സരിത പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചത് മുഴുവൻ പറഞ്ഞാൽ കേരളം നടുങ്ങുമെന്നോ, അങ്ങനെ എന്തോ ഒരു പരാമർശം. ഞാൻ സഹി കേട്ടപ്പോൾ പറഞ്ഞതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥകളൊക്കെ വന്നു. ഇടയ്ക്ക് 3-4 ഓപ്പറേഷനൊക്കെ എൻ്റെ അമ്മയ്ക്ക് അടുപ്പിച്ച് കഴിഞ്ഞ സമയത്തും ഇവർ സഹായം പറയുന്നതല്ലാതെ ഒരു കാര്യം എന്താ പറയുക വരികില്ല, ഇപ്പം ചെയ്യാം അങ്ങനെ ചെയ്യാം. എന്തിനാ ഓപ്പറേഷൻ? ഈ അഴിമതികളെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇവർ കൊണ്ടുവരുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ്, അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തത് ബെന്നി ബെഹനാൻ സാറിനോടും തമ്പാനൂർ രവി സാറിനോടുമാണ്. ഇവരോട് 2 പേരോടും ഞാനിത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവരാണ് ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ FIR ഇടണമെന്ന്. അത് അവരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് ഈയിടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായി വന്നത്. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് ഇടണം എന്ന് പറഞ്ഞു. ഫാക്റ്റാണ്, അതുകൊണ്ട് ഫാക്റ്റാണ്. അപ്പം ഫാക്റ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഫാക്റ്റ് ആണെങ്കിൽ പോലും അതിനൊരു എന്താ പറയാ, ഒരു കേസ് ഇടണം എന്നുള്ളൊരു പ്രഷർ തന്നത് ഇവർ 2 പേരും തന്നെ. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പിന്മാറിയില്ലേ? അല്ല, അതിന് കാരണം ഞാൻ പറയാം. അവിടെയും ഇവരുടെ ഇന്റർവെനേഷൻ വന്നു. അവിടെ ബെന്നി ബെഹനാന്റെ ഇടപെടൽ വന്നു. അബ്ദുള്ളക്കുട്ടിക്ക് വേണ്ടി ബെന്നി ബെഹനാന്റെ ഇത് വന്നു. പിന്നെ തമ്പാനൂർ രവി ആദ്യം പറഞ്ഞു, 2 പേരും കൂടെ തന്നെയാണ് ഫസ്റ്റ് മൗനസമ്മതം പറഞ്ഞത്. ഒരാൾ മൗനസമ്മതം പറഞ്ഞു, മറ്റേ ആൾ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അതിന് പിന്നെ വനിതാ സ്റ്റേഷനിൽ ഞാൻ പരാതിയുമായി പോയി. ഞാൻ പരാതി കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ പിക്ചർ വേറെയായി. ശരിയല്ലേ? അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതായത് എൻ്റെ പിക്ചർ അവിടെ ചേഞ്ചായി. എൻ്റെ പിക്ചർ പിന്നെ എന്നെ പറ്റിയിട്ടുള്ള എൻ്റെ ഫേസ് വന്നിട്ട് ഇങ്ങനെയുള്ള തരംതാണ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സ്ത്രീ, ഒരു 4ാം കിട. കെ സുധാകരൻ സാർ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാണ്, ഇന്നലെ ഏതോ ഒരു ചാനലിൽ എന്നെ തീർത്തും മോശമായ ഒരു വാക്കുപയോഗിച്ച് വിളിച്ചു, പരാമർശിച്ചു എന്ന്. അതിൻ്റെ മൊത്തം വിഷ്വൽസും ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്ക്രോളിങ് എന്തോ പോകുന്നതായിട്ടൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ